ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പണത്തിൻ്റെ കാര്യത്തിൽ ജീവിതത്തിൽ വലിയ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഒന്നാമതാത്ത കാര്യം, നമ്മൾ അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് പണമെങ്കിലും മാറ്റിവെക്കുക. ഒരു 6 മാസം നമ്മുടെ ജോലി പോയാലും നമുക്ക് ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനായിട്ടുള്ളൊരു പണം സ്വരുകൂട്ടി വെക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അടവെല്ലാം അടഞ്ഞു പോകാനുള്ളതും കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളതും വീടിന് റെൻ്റ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവിനൊക്കെ ആ ഒരു 6 മാസത്തേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അതൊരു നല്ലൊരു ഹാബിറ്റ് തന്നെയാണ്. ഒരു ഒരു വർഷമൊക്കെ സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, നമുക്ക് പെട്ടെന്നൊരു ഹെൽത്ത് എമർജൻസി വരുവാണെന്ന് കരുതിക്കും. നമ്മുടെ കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും വരാം. അങ്ങനെ വരുവാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള പണം എല്ലാം തീർന്നു പോകും. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സ്വർണം എല്ലാം വിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അതും നമ്മൾ ഒഴിവാക്കണം. അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ ചിലവാണ് അവിടെ വരുന്നത്. 30 ലക്ഷം ഒക്കെയാണ് ചില വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പല കുടുംബത്തിൻ്റെയും താളം തെറ്റാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ലൊരു കമ്പനിയുടെ നല്ലൊരു കവറേജുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഇന്ത്യയിലുള്ള വളരെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കയറിയാൽ നമുക്ക് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീടിന് ചുറ്റും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ ഇത് എടുക്കാവൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ പേര്, ഏജ്, ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ലിസ്റ്റ് വരും. അത് വെച്ച് നമുക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. 400 മുതൽ 500 രൂപയിൽ തുടങ്ങുന്ന 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസം വന്നേക്കുമെന്ന് ഓർത്തിരിക്കുക. ഒരു ഫാമിലിക്ക് മൊത്തമായിട്ട് ഒരു 25 ലക്ഷം രൂപയെങ്കിലും കവറേജുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി ജീവിതത്തിൽ വരുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാണ്ട് പറ്റും. അപ്പോൾ ആദ്യത്തത്, നമ്മൾ പണം കുറച്ചായിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഈ ഒരു ലിങ്കിലൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 25% ഡിസ്കൗണ്ട് ലഭിക്കും. പ്രവാസികൾക്കാണെങ്കിൽ വിദേശത്തേക്കാളും 35% ചിലവ് നാട്ടിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും കുറവാണ് ഈ ലിങ്കിലൂടെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.